ഏതായാലും കോൺഗ്രസ് പാർട്ടി രാം ജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ അനുയായികളൊക്കെ പങ്കെടുത്തോട്ടെ, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെങ്കിലും എടുക്കുന്നതിന് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഫലപ്രദമായ സ്വാധീനം ചെലുത്തപ്പെടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയതിന്റെ ഉൽപ്പന്നമാണ് ആ തീരുമാനമെന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് അതാണ് പറയുന്നത്. സ്വാഗതാർഹമായ തീരുമാനമാണ്. അത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതായത് ഇന്ത്യ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ 2025 മാത്രം പൂർത്തിയാകുന്ന ഒരു ക്ഷേത്രം വഴിക്ക് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് 2024 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണം ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നാഴികക്കല്ലായിട്ടാണ് അതിനെ രൂപപ്പെടുന്നത്. അതിലേക്ക് പോയി ചാടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ രാഷ്ട്രീയം പറഞ്ഞ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഈശ്വരനിന്ദയാണെന്നാണ് NS ജനറൽ സെക്രട്ടറി. അല്ലെ, ഈശ്വരനിന്ദ എന്ന് പറയുന്ന പ്രശ്നേ ഉദിക്കുന്നില്ല. കാരണം എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകാൻ, ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശമുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. ആ ജനാധിപത്യ അവകാശം എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിക്കണം എന്ന അഭിപ്രായത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കുക എന്നുള്ളത് CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാതൊരു തർക്കവും. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം നിലപാട്. രാഷ്ട്രീയ താൽപര്യങ്ങളാണ് NSS ആണ് ആരോപിക്കുന്നത്. അല്ല, NSS ആരാരോപിച്ചാലും രാഷ്ട്രീയ താൽപര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നിലപാടാണ് ഈ ഉദ്ഘാടന പ്രക്രിയ. അത് ആ രീതിയിൽ കാണണം. നേരെ മറച്ചാണ് കാണുന്നത്. അവർ ശരിക്കും പിന്നെ കണ്ടോളൂ. അതൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ എന്നെക്കൊണ്ട് പറഞ്ഞു. അതിന് ഒരു ചവിട്ടുപടി മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിപ്പോ ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി BJP വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ആർക്കാണോ ജയിക്കാനാവുക, ഏത് സ്ഥാനാർത്ഥിയാണോ അവിടെ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഇന്ത്യയിലുടനീളം ഓരോ സംസ്ഥാനത്തും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ ആവണം. മറ്റൊന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് റിമാൻഡ് ചെയ്യിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തി രണ്ടാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആറുമടക്കം ഇടപെട്ടു എന്നൊരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തു ഉന്നയിക്കുന്നതാണ് ഇപ്പോഴത്തെ നില? അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ അനുകൂല തീരുമാനത്തിന്റെ ഭാഗമാണ്. അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാ പറയേണ്ടത് എന്ന് തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കുറെ പ്രാവശ്യമായി പറയുന്നു. നിങ്ങളോട് തന്നെ പറഞ്ഞു ഞാനത്. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ എന്താ ഉണ്ടായേ? ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ കൂട്ടുപ്രതികളായിട്ടുള്ള നാലാമത്തെ പ്രതിയാണല്ലോ, അവരെല്ലാം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരെല്ലാം ജയിലിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, നാലാം പ്രതിയെ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്യപ്പെടുന്നു. ഞാനതാ പറഞ്ഞത്, നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ആർജവും വേണം. കേസൊക്കെ ഉണ്ടാവും, അത് സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലാതെയും വരും. പല രീതിയിലും കേസ് വരും. ആ കേസിനെ അഭിമുഖീകരിക്കണ്ടേ? അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എനിക്ക് ജയിലിൽ കയറാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ആദ്യം തന്നെ അങ്ങനെ പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതാ കാര്യം. ഞങ്ങളാരും പറഞ്ഞതല്ല, കോടതിയാ പറഞ്ഞത്. നിങ്ങൾക്ക് ഭയങ്കരമായ രോഗമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കായി. ഇവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വക്കീലും അതുപോലെ തന്നെ അല്ലാത്ത ഇതിന്റെ ഗവൺമെന്റ് ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ തർക്കമായി. അപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. കോടതി നിലപാട് സ്വീകരിച്ചത് അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയുണ്ടോ എങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഏറ്റവും അവസാനത്തെ പരിശോധന നടത്താം. അങ്ങനെയാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിന്നുള്ള റിപ്പോർട്ട് വെച്ചിട്ടുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത്. ഇതിൽ പിന്നെ ആരിടപെടാൻ സാധിക്കുക? പകൽ വെളിച്ചം പോലെ വെക്കൽ. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലോ. അന്നും അത് കേട്ടിട്ടില്ല ഞങ്ങളൊന്നും പറഞ്ഞത്. ഈ രാഹുലിന്റെ ആദ്യ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് താങ്കൾ പറഞ്ഞത്, അതിന്റെ തെളിവ് ഹാജരാക്കണം. അല്ല, എന്തിനാ തെളിവ്? ഞാൻ പറഞ്ഞല്ലോ, തെളിവ് കൃത്യമായ തെളിവല്ലേ പറഞ്ഞത്. അദ്ദേഹം കേക്ക് മനോരമ ഏഷ്യാനെറ്റ് നിങ്ങൾ ചോദിച്ചിട്ടില്ല, എങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ വ്യാജ നിർമ്മിതമായ ഒരുപാട് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ബേജാറൊന്നുമില്ല. ഞാനതുകൊണ്ട് ഉറപ്പിച്ച് ഒന്നും കൂടി പറയാം,
ഞാൻ പറഞ്ഞത് വളരെ സത്യസന്ധമാണ് എന്ന് എല്ലാവർക്കും ഇപ്പം പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത് തന്നെ. കാരണം എനിക്ക് ജയിലിൽ പോകാനുള്ള മാനസിക ശാരീരിക ശേഷിയില്ല, കഴിവില്ല, എനിക്ക് അസുഖമാണ്. ആ അസുഖം പിടിച്ച ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല? റിമാൻഡ് ചെയ്യാൻ പാടില്ല. അതല്ലേ ഉദ്ദേശം? അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അസുഖവും ഇദ്ദേഹത്തിനില്ല എന്ന വാദവും മറുഭാഗത്തും വന്നു. അപ്പോൾ കോടതി തീരുമാനിച്ചു എന്നാൽ ഏതാണ് ശരി എന്ന് നോക്കാം. ഇപ്പൊ ഏറ്റവും അവസാനത്തെ 24 മണിക്കൂറൊന്നുമില്ലല്ലോ, മണിക്കൂറുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് പോവുകയും അവർ കൃത്യമായിട്ട് പരിശോധിച്ച് ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല എന്ന കൃത്യമായ ബോധം മനസ്സിലാക്കിയപ്പോഴാണ് കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. ഞാൻ പിന്നെ വേറെന്ത് തെളിവ് തരട്ടെ? ഇതന്നെ തെളിവ്. ഈ തെളിവ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ആയിരിക്കും മനസ്സിലാവില്ല, ഏഷ്യാനെറ്റ് മനസ്സിലാവില്ല എന്നത് ശരി, ലോകത്തിന് മനസ്സിലാവും. അല്ല, ഈ പ്രതിപക്ഷ നേതാക്കളോട് കാണിക്കുന്ന പോലീസിന്റെ ഒരു ഉത്സാഹം ഈ ഭരണകക്ഷി ആളുകൾ പെട്ട കേസിൽ അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എല്ലാവരോടും പോലീസ് എടുക്കുന്ന നിലപാട്, അതുപോലെ തന്നെ ഭരണകൂടം എടുക്കുന്ന നിലപാടുകളെല്ലാം സമാനമാണ്. ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ MLA ആയിരുന്ന സമയത്തിൽ എന്റെ കൈ അടിച്ചു കുടിച്ചിരിക്കുന്നത്. ഞാനന്നേരം MLA ആയിരുന്നല്ലോ, മുത്തങ്ങ കേസിന്റെ ഭാഗമായിട്ട്. അന്നല്ലേ ശിവദാസ മേനോന്റെ തലയടിച്ചു പൊട്ടിച്ചത്, അന്നല്ലേ പി കരുണാകരന്റെ കൈയടിച്ചു പൊളിച്ചത്. അന്ന് ഞങ്ങളുടെ ഒപ്പം തന്നെയായിരുന്നു നമ്മുടെ ഇപ്പം ഈ BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടീനെ അടിച്ച് താഴെയിട്ടത്. ഇതിലൊന്നും വലിയ അത്ഭുതമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. കേസും സമരവും അതുപോലെ തന്നെ മർദ്ദനവും ഒക്കെ MLA ആയാലും MP ആയാലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സംഭവമാണ്. അപ്പൊ ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഇത് പുതിയ തലമുറപ്പെട്ട കുറെ ആളാണ് ഇപ്പൊ നിങ്ങളെല്ലാം വാർത്താ വ്യക്താക്കളായിട്ട് വരുന്നത്. പഴയ ആരുമില്ല ഇതിന്റെ അകത്ത്. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ശരിയാ, അയാൾക്ക് ശരിയായ രീതിയിൽ തന്നെ എഴുതും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള നിരവധി പരമ്പരകളെ അതിജീവിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർജവം പോണം. ഒരു സമരം നയിക്കുക, ആ സമരത്തിന്റെ ഭാഗമായിട്ട് കേസിൽ വരുമ്പോൾ എനിക്ക് അസുഖമാണ്, എനിക്കിതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സർട്ടിഫിക്കറ്റും കൊണ്ടുവരിക. അങ്ങനെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോടതി വിധി ഉണ്ടാകുക. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്.